ഗുഡ് മോർണിംഗ്. നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ പേപ്പറിലെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതിനകത്ത് കുറച്ചേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത, ഫിസിക്സ് നിങ്ങൾ എവിടം വരെ പഠിച്ചാലും അവിടം വരെയും നിങ്ങൾക്ക് ഉപയോഗം വരാൻ പോകുന്ന, അല്ലെങ്കിൽ അത് അവിടെയെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇലക്ട്രോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ചില പേപ്പറുകളുണ്ട് ഫിസിക്സിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോഡൈനാമിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, അങ്ങനെ പലതും. അതിൽ ഇലക്ട്രോഡൈനാമിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ്. ഇതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തരാൻ പറ്റുന്നത്, ഈ പേപ്പർ ഒറ്റ നോട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. പലപ്പോഴും അതിന് കാരണമായിട്ട് മാറുന്നത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് പിടികിട്ടാതെ വരുന്നത് കൊണ്ടുകൂടിയാണ് എന്ന് ഓർമ്മിക്കണം. ഇൻ്റഗ്രൽ കാൽക്കുലസും ഡിഫറൻഷ്യൽ ഇക്വേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റുകളും ലോസും ഒക്കെ വളരെ പൊതുവായിട്ട് അല്ലെങ്കിൽ സാധാരണമായിട്ട് ഇലക്ട്രോഡൈനാമിക്സിൻ്റെ കരിക്കുലത്തിൽ ഉപയോഗിക്കാറ്. ശരിക്കും ഇലക്ട്രോഡൈനാമിക്സ് സംസാരിക്കുന്നത് തന്നെ അല്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ ലാംഗ്വേജിലാണ്. അപ്പോൾ ആ ലാംഗ്വേജ് ശരിക്കും മനസ്സിലാകാത്തപ്പോഴാണ് പലപ്പോഴും ഈ പേപ്പറിനകത്ത് പലരും ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നത്. നേരെ മറിച്ച് അത് കൃത്യമായി മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ, വളരെ ബേസിക് ആയിട്ട് ഒരു ഫണ്ടമെൻ്റൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലിരിക്കാൻ പോകുന്ന ഐഡിയകൾ കൂടിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇത് ഈ വിഷയത്തെക്കുറിച്ചുള്ളൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കരുതിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുമ്പിലേക്ക് പഠിക്കാൻ. അപ്പോൾ ഞാൻ ഈ പേപ്പറിൽ ആദ്യത്തെ ചാപ്റ്ററാണ് നിങ്ങളോട് ആദ്യം സംസാരിക്കാൻ പോകുന്നത്. ഈ പേപ്പറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭാഗം കൂടിയാണ് അത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഇലക്ട്രോഡൈനാമിക്സിൻ്റെ തുടക്കം. അപ്പോൾ ആദ്യം അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, അതിന് നമ്മളൊന്ന് പരിചയപ്പെടണം. അതിൽ ചില സാമ്പിൾ വാക്കുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, പിന്നെ അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിസം, ഇങ്ങനെ പല വാക്കുകളും പലയിടത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കും. ഇതെല്ലാം ഒരേ വാക്കാണോ അതോ ഇവ തമ്മിൽ അർത്ഥവ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തിൽ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നിങ്ങൾ മുമ്പ് ഇത് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡീൽസ് വിത്ത് ചാർജസ് അറ്റ് റെസ്റ്റ്. അതായത് മോഷനിലല്ലാത്ത സ്റ്റേഷനറി ആയി ഇരിക്കുന്ന ചാർജസിനെ കുറിച്ച് സംസാരിക്കുന്ന ഭാഗത്തെയാണ് നമ്മളിതിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്തായിരിക്കും? കറണ്ട് ഇലക്ട്രിസിറ്റി ഈസ് ബേസിക്കലി ചാർജസ് ഇൻ മോഷൻ. അതായത് എന്തെങ്കിലും ഒരു കറണ്ടിന് കടന്നു പോകാൻ, ചാർജസിന് ഫ്ലോ ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയലിലൂടെ, മീഡിയത്തിലൂടെ ചാർജസ് ഒഴുകുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളവിടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയും. ഇലക്ട്രോണിക്സിന് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധമില്ല. അവിടെയും ഇലക്ട്രോണിന്റെ ഫ്ലോ ഉണ്ടാകും, കറണ്ട് ഉണ്ടാകും. പക്ഷേ കറണ്ട് ഇലക്ട്രിസിറ്റിയും ഇലക്ട്രോണിക്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇലക്ട്രോണിക്സ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇഫ് ദി ചാർജസ് ആർ മൂവിങ് ത്രൂ സെമി കണ്ടക്ടേഴ്സ്. അതുകൂടി ഓർത്ത് വെക്കണം. അല്ലെങ്കിൽ വാക്വം ട്യൂബ്സ്. പൊതുവെ ഇന്നത്തെ കാലഘട്ടത്തിൽ വാക്വം ട്യൂബ്സ് വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ജനറലായിട്ട് നമുക്ക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സിലൂടെയുള്ള ഇലക്ട്രിസിറ്റിയാണ് പറയുന്നത് എന്ന് പറയും. എന്താണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്? ഓക്കെ, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് എന്ന പേപ്പർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ബേസിക്കലി ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും ഒരേ ഫിനോമിനന്റെ രണ്ട് ഫേസസ് മാത്രമാണ്. അല്ലെങ്കിൽ മൂവിങ് ചാർജസ് ആണ് മാഗ്നറ്റിസം ഉണ്ടാക്കുന്നതിന് കാരണമാകുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അതിന് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. പലപ്പോഴും സ്റ്റേഷനറി ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതിന് കാരണം സ്റ്റഡി ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചാർജസ് ഇൻ ഫ്ലോ അല്ലെങ്കിൽ ചാർജസ് ഇൻ മോഷൻ വിൽ ഗിവ് യു കറണ്ട് ഇലക്ട്രിസിറ്റി. എ സ്റ്റഡി ഫ്ലോ ഓഫ് ചാർജസ് വിൽ ഗിവ് യു എ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് വിൽ ക്രിയേറ്റ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. അപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ സംസാരിക്കുന്ന മുഴുവൻ സ്റ്റഡി ആയിട്ടുള്ള, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചിട്ടായിരിക്കും, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ചായിരിക്കും. അപ്പോൾ എന്താണ് ഇലക്ട്രോഡൈനാമിക്സ്? ഇലക്ട്രോഡൈനാമിക്സും ഇലക്ട്രോ മാഗ്നറ്റിസവും ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതാണ് ഇതിലെ ഏറ്റവും ജനറൽ ആയിട്ടുള്ള വാക്ക്. വെൻ ചാർജസ് ആർ അറ്റ് മോഷൻ, വെദർ ദേ ആർ യൂണിഫോം ഓർ നോൺ യൂണിഫോം, മോഷൻ സ്റ്റഡി ആയാലും നോൺ സ്റ്റഡി ആയാലും യൂണിഫോം ആയാലും നോൺ യൂണിഫോം ആയാലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉൾപ്പെടുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത് ഇലക്ട്രോ ഡൈനാമിക്സ് എന്നാണ്. ആ ഫിനോമിനെ പലപ്പോഴും നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയും. നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ ഇലക്ട്രിസിറ്റിയെയും മാഗ്നറ്റിസത്തെയും രണ്ട് ഡിഫറൻറ്റ് ഫിനോമിനായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. പിന്നീട് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലും ഹെൻറിച്ച് ഹെഡ്സും ഒക്കെ പോലുള്ള കുറേ ആളുകളുടെ
റിസർച്ചിൻ്റെ ഫലമായിട്ടാണ്. ഇത് രണ്ടും ബേസിക്കലി ഒരൊറ്റ ഫിനോമിനൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ആ വാക്കുകൾ പിന്നീട് കമ്പൈൻ ചെയ്ത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന പേരിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ചില ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിലേക്ക് കിടക്കാം. വാട്ട് ഈസ് എ ഫീൽഡ് എന്ന ചോദ്യമാണ് ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് എ ഫീൽഡ്? ഈ വാക്ക് പലതവണ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, അങ്ങനെ പല സ്ഥലത്തും പല രീതിയിൽ ഈ വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാകും. എന്താണ് ഒരു ഫീൽഡ്? ഓക്കെ, ഇത് വളരെ ട്രിക്കി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇത് എന്താണ് ഒരു ഫീൽഡ് എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇറ്റ് ഈസ് ആക്ച്വലി എ റീജിയൻ ഓഫ് സ്പേസ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മോഡേൺ തിയറികളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ എൻ്റയർ യൂണിവേഴ്സിനെയും ഒരു ഫീൽഡായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഒരേ റീജിയൻ ഓഫ് സ്പേസ് ആണെങ്കിലും അവിടെ പലതരം ഫീൽഡുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അവിടെ ഒരു ഫീൽഡ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് വെൻ ഈച്ച് പോയിന്റ് ഇൻ ദാറ്റ് സ്പേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ വാല്യൂ എന്ന് പറയാം. ആ സ്പേസിൽ, നമ്മൾ പരിഗണിക്കുന്ന സ്പേസിൽ ഓരോ പോയിന്റിനും ഒരു പ്രത്യേക വാല്യൂ നിങ്ങൾക്ക് അസൈൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എന്ത് ക്വാണ്ടിറ്റി ആയിക്കൊള്ളട്ടെ, അതൊരു നമ്പർ ആകാം, അത് ഏതെങ്കിലും ഒരു അളവാകാം, ഒരു ക്വാണ്ടിറ്റി ആവാം. അങ്ങനെ ആ സ്പേസിലെ ഓരോ പോയിന്റിനും നിങ്ങൾക്ക് ആ ക്വാണ്ടിറ്റി അസൈൻ ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കതിനെ ഒരു ഫീൽഡായിട്ട് പരിഗണിക്കാം. നിങ്ങൾ അസൈൻ ചെയ്യുന്ന ഈ ക്വാണ്ടിറ്റി ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആവാം. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ആരോ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകാം അല്ലേ. ആ ആരോ എല്ലാം ഒരു വെക്റ്ററിനെ സൂചിപ്പിക്കുന്നു. ഈ അടുത്തടുത്ത ആരോകൾക്കിടയിലും ഓരോ ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അവിടുത്തെ ഓരോ ബിന്ദുവിലും, ഐഡിയലി ഇവിടുത്തെ ഏത് ബിന്ദു എടുത്താലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു വെക്റ്ററിനെ അസൈൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ വെക്റ്റർ ഫീൽഡ്. അപ്പം നമ്മൾ പല രീതിയിലുള്ള ഫീൽഡുകൾ ഉപയോഗിക്കാറുണ്ട്. സാധാരണ ഇത്തരം ഫീൽഡുകൾ നമ്മൾ ക്ലാസിക്കൽ ഫീൽഡ് എന്നാണ് വിളിക്കുന്നത്. മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആക്ച്വലി ഈ ഫീൽഡ് എന്ന് പറയുന്ന ഐഡിയ ആദ്യമായിട്ട് മുമ്പോട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അന്ന് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അബ്സ്ട്രാക്ട് ഐഡിയ മാത്രമായിരുന്നു. ഇങ്ങനെ ഒരു സാധനം ഇല്ല, മറിച്ച് അങ്ങനെ ഒരെണ്ണം ഉണ്ട് എന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതിനെ മാത്തമാറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യാനും എളുപ്പമാകും എന്നൊരു തിരിച്ചറിയേണ്ട പുറത്താണ് അദ്ദേഹം ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ മുമ്പോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എർത്തിന് ചുറ്റും എൻ്റെ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട് എന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ ബിന്ദുവിനും ഒരു പ്രത്യേക ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അസോസിയേറ്റ് ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വയ്ക്കുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടാൻ പോകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് തുടങ്ങിയ സങ്കല്പങ്ങളിലൂടെ ഉണ്ടാകുമെന്നാണ് ഫാരഡേ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഒരുപാട് ഇത് മാറിയിട്ടുണ്ട്. ക്ലാസിക്കൽ ഫീൽഡിൽ നിന്നും നമ്മൾ പിന്നെയും ബിൽഡ് ചെയ്ത് ക്വാണ്ടം ഫീൽഡ് എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. തൽക്കാലം ഇവിടുത്തെ ഈ പേപ്പർ പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത്ര അഡ്വാൻസ്ഡ് ഐഡിയയിലേക്ക് പോകുന്നില്ല. നമ്മളിവിടെ പറയുന്നതെല്ലാം ക്ലാസിക്കൽ ഫീൽഡുകളെ കുറിച്ചാണ് എന്ന് ഓർത്തു വെച്ചേക്കാം. രണ്ട് പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഉണ്ട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആ സ്പേസിലെ ഓരോ പോയിന്റുമായിട്ടും അസോസിയേറ്റ് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ, ഒരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ക്വാണ്ടിറ്റിയുടെ സ്പേസ് ആണ് അല്ലെങ്കിൽ ഫീൽഡാണ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആഴ്ചയിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന രണ്ട് എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു വെതർ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ മാപ്പാണ്. അതായത് ഒരു വേൾഡ് മാപ്പിന് മുകളിൽ പല കളറുകൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഓരോ കളറും ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറാണ്. നിങ്ങൾക്ക് പുതുമയുള്ള കാര്യമായിരിക്കും. ഇവിടെ എർത്തിൻ്റെ സർഫസിലെ ഓരോ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു കളറുണ്ട്. നിങ്ങൾ ഇതുപോലെ ടെമ്പറേച്ചർ മാപ്പ് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിനോടൊപ്പം ഓരോ കളറും എത്ര ഡിഗ്രി ടെമ്പറേച്ചറിനാണ് കാണിക്കുന്നത് എന്നുള്ളൊരു ഒരു ലെജൻഡ് കൂടി, ഒരു ഇൻഡിക്കേറ്റർ കൂടി ഇതിൻ്റെ സൈഡിൽ ഉണ്ടാവാറുണ്ട്. ഞാനത് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ടെമ്പറേച്ചർ മാപ്പ് കാണാൻ പറ്റും. ഇവിടെ എന്താണ്, ഇവിടെ ഓരോ പോയിന്റുമായിട്ട് അസോസിയേറ്റ് ഒരു ടെമ്പറേച്ചർ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത് എന്ത് തരം ഫീൽഡിന് എക്സാമ്പിളാണ്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് നമുക്കറിയാം അല്ലേ. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് നമ്പർ ആൻഡ് എ യൂണിറ്റ്. ഇറ്റ് ഹാസ് നോ ഡയറക്ഷൻ. ടെമ്പറേച്ചറിന് ഒരു ഡയറക്ഷൻ ഇല്ല, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്നുള്ളത് കൊണ്ട് തന്നെ ടെമ്പറേച്ചർ മാപ്പ് ഓഫ് ദ എർത്ത് സർഫസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്കെയിലാർ ഫീൽഡ് എന്ന് നമുക്ക് പറയാം. അതേസമയം ഇവിടെ നോക്കൂ, ഇത് ശരിക്കും ഒരു വിൻഡ് മാപ്പാണ്. എർത്തിൻ്റെ സർഫസിലൂടെ വീശിയടിക്കുന്ന കാറ്റുകളെ അല്ലെങ്കിൽ വിൻഡിനെയാണ് ഇവിടെ ഈ ആരോകളിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആരോ വളരെ വലിയ ആരോകളായതുകൊണ്ട്, എർത്തിൻ്റെ സ്കെയിൽ വലിയ ആരോകളായതുകൊണ്ട് ലാർജ് സ്കെയിൽ മോഷനാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പോലും നമുക്ക് സ്മോൾ സ്കെയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്തോട് ഒരു കാറ്റ് വീശിപ്പോയി കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിലെ ഓരോ എയർ മോളിക്യൂളിൻ്റെയും വെലോസിറ്റിയെ നിങ്ങൾക്ക് ആ ഒരു ബിന്ദുവായിട്ട്, അവിടുത്തെ ഒരു പോയിന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഓൾറെഡി ഹാവ് എ വെലോസിറ്റി ഫീൽഡ് ഓഫ് എയർ മോളിക്യൂൾസ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ആക്ച്വലി വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതൊരു വെക്റ്റർ ഫീൽഡ് ആണ് എന്ന് പറയാം.
അപ്പോൾ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഗ്രാവിറ്റേഷണൽ ഫീൽഡും ഒക്കെ എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലേ. ഇതെല്ലാം ബേസിക്കലി ഫോഴ്സസിന്റെ സ്വഭാവമുള്ളവയാണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഗ്രാവിറ്റേഷണൽ ഫീൽഡും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഫീൽഡുകളെല്ലാം തന്നെ വെക്റ്റർ ഫീൽഡുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നതെല്ലാം തന്നെ ഇലക്ട്രോഡൈനാമിക്സിലെ ഫീൽഡുകളെല്ലാം തന്നെ വെക്റ്റർ ഫീൽഡുകളാണ് എന്ന കാര്യം മനസ്സിൽ വെച്ചേക്കണം. ഇതിൽ ഈ യൂണിറ്റിൽ ഞാൻ കൈകാര്യം ചെയ്യുന്ന യൂണിറ്റിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡുകളെ കുറിച്ച് മാത്രമായിരിക്കും മിക്കവാറും സംസാരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് മറ്റൊരു ചാപ്റ്ററിൽ വരുന്നുണ്ടാകും. അപ്പോൾ അവിടെ എല്ലാം ഇത് ഓർത്ത് വെച്ചേക്കുക. യു ആർ ഡീലിംഗ് വിത്ത് മാഗ്നറ്റിക് ഓർ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ആർ എസെൻഷ്യലി വെക്റ്റർ ഫീൽഡ്. അപ്പോൾ അവിടെ എന്താണ്, ഒരു റീജിയൻ ഓഫ് സ്പേസ് ആണ്. ആ സ്പേസിലെ ഓരോ പോയിന്റുമായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു വെക്റ്റർ ഉണ്ടാകും. അത് എന്താണ്, ആ വെക്റ്ററിന്റെ സ്വഭാവം എന്താണെന്നൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്ന കാര്യം വ്യക്തമായിട്ട് പറയാം. ഫീൽഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു റീജിയൻ ഓഫ് സ്പേസിൽ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിനെ മുഴുവൻ നിങ്ങൾക്ക് താല്പര്യമുള്ള റീജിയൻ ഓഫ് സ്പേസ് എന്ന് പരിഗണിക്കാം. അവിടെ എവിടെയെങ്കിലും നിങ്ങളൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാം. കാരണം ആ ഫീൽഡിൽ വെക്കുന്ന മറ്റൊരു ചാർജ്, ഒരു പാർട്ടിക്കിളിന് ഈ ഫീൽഡ് കാരണം അതിലൊരു ഫോഴ്സ് ഫീൽ ചെയ്യും. ഓക്കെ, അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആ യൂണിവേഴ്സിലെ, ആ ഏരിയയിലെ, ആ സ്പേസിലെ ഓരോ പോയിന്റിനും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നും ആ ഫീൽഡിന് ഓരോ പോയിന്റിനും ഒരു വാല്യൂ ഉണ്ടെന്ന് നമുക്ക് കരുതാനാകും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്, അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചാർജിനെ നമുക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഫോഴ്സ് ഒരു വെക്റ്റർ ആയതുകൊണ്ട് അതൊരു വെക്റ്റർ ഫീൽഡ് ആയിരിക്കും നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കാണിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ചാർജ് ചുറ്റും ഇങ്ങനെ ലൈൻസ് വെളിയിലേക്ക് ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി ആ ഫീൽഡിലെ ഫോഴ്സിന്റെ ഡയറക്ഷൻ. എന്തുകൊണ്ടായിരിക്കും നമ്മൾ പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നിങ്ങളൊരു പോസിറ്റീവ് ചാർജ് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സോഴ്സ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജാണ് അല്ലേ. അപ്പോൾ സോഴ്സ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഒരു ചാർജിനെ നിങ്ങൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ചാർജ്, ഈ പോസിറ്റീവ് ചാർജ് കാരണം ഈ പോസിറ്റീവ് ചാർജ് റിപ്പിൾ ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് വിൽ ബി എവേ ഫ്രം ദിസ് ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ ഇതിന് ചുറ്റുമുള്ള ഏത് റീജിയനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാലും, ഏത് പോയിന്റിൽ വെച്ച് കഴിഞ്ഞാലും ആ പോസിറ്റീവ് ചാർജിന് റിപ്പൽഷൻ ഫീൽ ചെയ്യും. സോ ഇഫക്റ്റീവ്ലി ദാറ്റ് വിൽ ബി റേഡിയലി ഔട്ട്വേർഡ് ഫ്രം ദിസ് പോസിറ്റീവ് ചാർജ്. അതേ കാര്യം നിങ്ങളൊരു നെഗറ്റീവ് ചാർജിനാണ് സങ്കല്പിക്കുന്നതെന്നുണ്ടെങ്കിലോ, എവിടെ നിങ്ങളൊരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാലും ഇറ്റ് വിൽ ഫീൽ ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ടുവേർഡ്സ് ദിസ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ചുറ്റുമുള്ള റീജിയനിൽ എപ്പോഴും ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ് ആയിരിക്കും നമുക്ക് പറയാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണു അടച്ച് പറയാം. The source of an electric field will always be a charge. അത് ഒരു ചാർജ് തന്നെ ആവണമെന്നില്ല. നിങ്ങൾ ചാർജ് എന്താണെന്ന ചോദ്യം വരും, പക്ഷേ +1 +2 ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ചാർജ് ആക്ച്വലി ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് അല്ലേ. അതായത് മാറ്റർ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ചാർജ് ഉണ്ട്. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളെയും നമ്മളെ തന്നെയും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റങ്ങൾക്കുള്ളിൽ പ്രോട്ടോൺസും ഇലക്ട്രോൺസും ന്യൂട്രോൺസും ആണുള്ളത്. ഇതിൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ പാർട്ടിക്കിളാണ്, അതിൻ്റെ സ്ട്രക്ചർ ഇല്ല. ആ ഇലക്ട്രോണിന് തന്നെ ഉള്ള ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രോട്ടോൺ എടുത്തു കഴിഞ്ഞാലും ന്യൂട്രോൺ എടുത്തു കഴിഞ്ഞാലും അതിനുള്ളിൽ പിന്നെയും കോമ്പോസിറ്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ക്വാർക്സ് ഉണ്ടെന്ന് പറയാം. ഈ ക്വാർക്കുകൾക്കും അടിസ്ഥാനപരമായുള്ളൊരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിലും ആറ്റങ്ങളാണ്. ഈ ആറ്റങ്ങളിലെല്ലാം ഉള്ളിലുള്ളത് ക്വാർക്സും ഇലക്ട്രോൺസും ആണ് എന്നുള്ളത് കൊണ്ട് ഈ ക്വാർക്സിനും ഇലക്ട്രോൺസിനും ഇൻട്രിൻസിക് ആയി തന്നെയുള്ള പ്രോപ്പർട്ടിയാണ് ചാർജ് എന്നുള്ളത് കൊണ്ട് ചാർജ് ഒരു യൂണിവേഴ്സൽ എൻറ്റിറ്റിയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡുകൾ ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഫീൽ ചെയ്യാത്തത്, ഡെയിലി ലൈഫിൽ പലപ്പോഴും ഫീൽ ചെയ്യാത്തതിന് കാരണം ഈ വലതുവശത്തേക്ക് കാണിക്കുന്ന ചിത്രമാണ്. കാരണം ചാർജ് 2 ടൈപ്പ് ഉണ്ട്. ഒരു ടൈപ്പിന് നമ്മൾ പോസിറ്റീവ് ചാർജ് എന്നും മറ്റൊരു ടൈപ്പിന് നമ്മൾ നെഗറ്റീവ് ചാർജ് എന്നുമാണ് വിളിക്കുന്നത്. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന വാക്കുകളുടെ അർത്ഥം നിങ്ങൾ ഡിക്ഷണറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവിന് കുറച്ച് ഗുണകരമായിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുള്ളതെന്ന് അർത്ഥം, നെഗറ്റീവിന് എന്തെങ്കിലും ഇദ്ദേഹത്തിലുള്ള മോശം സ്വഭാവം അല്ലെങ്കിൽ ദോഷവശമുള്ളതെന്നൊക്കെ അർത്ഥത്തിലായിരിക്കും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുക. ഇവിടെ അതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. എന്താണ്?
കാരണം ഇലക്ട്രോണിനുള്ള ചാർജിൻ്റെ സ്വഭാവം എന്താണോ ആ ടൈപ്പ് ചാർജിനെയാണ് നമ്മൾ നെഗറ്റീവ് ചാർജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് സ്വഭാവമുള്ള അല്ലെങ്കിൽ അതല്ലാതെ വേറൊരു ടൈപ്പ് ചാർജ് കൂടിയുണ്ട്. ആ ചാർജിനെ നമ്മൾ പോസിറ്റീവ് ചാർജ് എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെ നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ വിളിക്കുന്നതിന് പകരം വേണമെങ്കിൽ സച്ചു എന്നോ കിച്ചു എന്നോ രണ്ട് പേരിട്ട് വിളിച്ചാലും ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ദ വേർഡ് മീനിങ് ഹാസ് നോ ആക്ച്വൽ ഇംപ്ലിക്കേഷൻ വിത്ത് ദ നേച്ചർ ഓഫ് ദ ചാർജസ്. ചാർജസ് രണ്ട് തരമുണ്ട്. നമ്മൾ എവിടെ യൂണിവേഴ്സിൽ എവിടെ നോക്കിയാലും ഇൻട്രിൻസിക് പ്രോപ്പർട്ടി, മാറ്ററിൻ്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആയിട്ടുള്ള ചാർജ് രണ്ട് തരമുണ്ട്. അതിലൊന്നിനെ നമ്മൾ പോസിറ്റീവ് എന്നും ഒന്നിനെ നെഗറ്റീവ് എന്നും വിളിക്കും. ഇതിൽ ലൈക്ക് ചാർജസ് ഓൾവേസ് റിപ്പൽസ് ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഓൾവേസ് അട്രാക്ട്സ് എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ഫിനോമിനനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ മെറ്റീരിയലിലും നമ്മളിൽ തന്നെയും ഇത്രയധികം ചാർജ് ഉണ്ടായിട്ടും ആ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫീൽ ചെയ്യാത്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈ ചിത്രത്തിലുണ്ട്. രണ്ട് ചാർജുകൾക്കും ഓപ്പോസിറ്റ് സ്വഭാവമായതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കുന്ന ഫീൽഡിനെ മറ്റൊന്നിന് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ഫീൽഡ് ലൈൻ, ആ ഫീൽഡ് ലൈൻ എന്താണ് നമുക്ക് മുമ്പോട്ട് പഠിക്കാം. അത് നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇലക്ട്രിക് ഇഫക്റ്റ് ഇവിടെ ക്യാൻസൽ ആയി പോകുന്നുണ്ട്. അപ്പോൾ ആറ്റത്തിനുള്ളിലുള്ള പ്രോട്ടോൺസിൻ്റെ പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസിൻ്റെ നെഗറ്റീവ് ചാർജും തമ്മിൽ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് എല്ലാ ആറ്റങ്ങളും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എന്ന സാധനം നമ്മൾ എപ്പോഴും നേരിട്ട് തിരിച്ചറിയാത്തത്. പക്ഷേ അതിൻ്റെ അർത്ഥം ചാർജസ് ഇല്ല എന്നല്ല, ചാർജസും അതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും നമുക്ക് ചുറ്റും എല്ലാത്തിനും നമ്മളുടെ ഉള്ളിലും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കൂടി എന്താണെന്ന് നമുക്കൊന്ന് സൂചിപ്പിക്കാം. മാഗ്നറ്റിക് ഫീൽഡിന് കാരണമാകുന്നത് ഇലക്ട്രിസിറ്റിയാണ്. അത് കറണ്ട് ആണ് കാരണമാകുന്നത്. ദറ്റ് ഈസ് ഫ്ലോ ഓഫ് ചാർജസ്. ഈ ചാർജ് ഫ്ലോയുടെ സ്വഭാവം അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിലൂടെയാണോ അതൊരു റിംഗ് ടൈപ്പ് കണ്ടക്ടറിലൂടെയാണോ ഒഴുകുന്നത് എന്നൊക്കെയുള്ളതിനനുസരിച്ചിട്ട് അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും. അത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടാവും. +2 തന്നെ മൂവിങ് ചാർജസ് ആൻഡ് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന് ചുറ്റും സർക്കിൾസ് ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാവുക. അതേസമയം നിങ്ങളൊരു കറണ്ട് ലൂപ്പാണ് പരിഗണിക്കുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഡൈപോളിൻ്റെ സ്വഭാവമായിരിക്കും കാണിക്കുക. ആ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വശത്തൂടെ എൻ്റർ ചെയ്ത് വേറെ വശത്തൂടെ റിലീവ് ചെയ്യുന്നത് പോലെ ഒരു നോർത്ത് സൗത്ത്, അവിടെയും വടക്ക് തെക്ക് എന്ന് പറയുന്ന ജിയോഗ്രഫിക്കൽ ഡയറക്ഷനുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഇവിടെ രണ്ട് ഡിഫറൻറ്റ് പൊളാരിറ്റി ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന അർത്ഥത്തിലാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഈ നോർത്ത് സൗത്ത് എന്നുള്ള വാക്ക് മാഗ്നറ്റിന് വരാൻ കാരണം ഒരു മാഗ്നറ്റിക് കോമ്പസ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതിൻ്റെ ജിയോഗ്രഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷന് ഏകദേശമായിട്ട് അലൈൻ ചെയ്യും എന്നുള്ളത് കൊണ്ട് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ അതിന് പേര് കൊടുത്തുന്നേ ഉള്ളൂ. ഇലക്ട്രിസിറ്റിയിൽ ചാർജിൻ്റെ സ്വഭാവത്തിന് പോസിറ്റീവ് നെഗറ്റീവ് വ്യത്യാസമുള്ളതുപോലെ മാഗ്നറ്റിസത്തിൽ പൊളാരിറ്റിക്ക് രണ്ട് ഓപ്പോസിറ്റ് സ്വഭാവങ്ങളുണ്ട്. അതിലൊന്നിനെ നമ്മൾ നോർത്ത് എന്നും സൗത്ത് എന്നും വിളിക്കുന്നു എന്നേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പൊളാരിറ്റി ഓഫ് ദ ഫീൽഡ്, അത്രേ ഉള്ളൂ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം സൂപ്പർ പൊസിഷൻ എന്താണെന്ന് പഠിക്കണം. സൂപ്പർ പൊസിഷൻ ഒറ്റ വാക്കാണ്, ശ്രദ്ധിക്കുക. സൂപ്പർ പൊസിഷൻ എന്ന അർത്ഥത്തിലല്ല നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ദ വെർബ് ഫോം ഓഫ് സൂപ്പർ പോസ്, അതായത് പരസ്പരം കൂടിച്ചേരുക എന്ന അർത്ഥമുള്ള സൂപ്പർ പോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് പൊസിഷൻ. ശ്രദ്ധിക്കുക. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞു ഒരു ചാർജാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഒരു ചാർജ് എന്നല്ല, എത്ര ചാർജസ് ഉണ്ടെങ്കിലും അതെല്ലാം അതിൻ്റെതായ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് രണ്ട് ഡിഫറൻറ്റ് ചാർജസ് ഉണ്ടാക്കുന്ന ഫീൽഡിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ബിന്ദുവിന് അടുത്ത് രണ്ട് സെപ്പറേറ്റ് ചാർജസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഇവിടെ ഈ ക്യൂ എന്ന ക്യാപിറ്റൽ ക്യൂ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, Q1 എന്ന് Q2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന രണ്ട് പോയിന്റുകളുണ്ട്. ഇവിടെ രണ്ടിടത്ത് രണ്ട് ചാർജസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ ചാർജിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഈ Q2 എന്ന് പറയുന്ന ചാർജിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ ഈ ക്യാപിറ്റൽ Q ഇരിക്കുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? അത് Q2-ന്റെ ഇലക്ട്രിക് ഫീൽഡിലുമാണ് Q1-ന്റെ ഇലക്ട്രിക് ഫീൽഡിലുമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ Q-ന് ഫീൽ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്നൊരു ചോദ്യം ചോദിക്കാം, അല്ലേ? അപ്പോൾ ഇവിടെ ഈ ചാർജിനൊക്കെ നമ്മളൊരു പേര് കൊടുക്കാം. ഈ Q1ഉം Q2ഉം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ചാർജസ് ആണ്, നമുക്ക് അവയെ സോഴ്സ് ചാർജസ് എന്ന് വിളിക്കാം. ഈ ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് ഈ സോഴ്സ് ചാർജസ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷറിംഗ് ടൂളാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ Qനെ നമ്മൾ വിളിക്കുന്നത് ടെസ്റ്റ് ചാർജ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോഡൈനാമിക്സിൻ്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിൽ നിങ്ങൾ സോഴ്സ് ചാർജ്, ടെസ്റ്റ് ചാർജ് എന്നുള്ള വാക്കുകൾ കേൾക്കാം. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ Qനെയും Q1നെയും ചേർത്ത് സോഴ്സ് ചാർജസ് ആയിട്ട് പരിഗണിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Q2നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചാർജ് ആയിട്ട് പരിഗണിക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് ചാർജസ് ഒരേ ബിന്ദുവിൽ
ഇലക്ട്രിക് ഫീൽഡ് എക്സെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ബിന്ദുവിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഇതിൽ ഓരോ ചാർജും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവിടുത്തെ ടോട്ടൽ ഇഫക്റ്റിന് ഈ സെപ്പറേറ്റ് ഇലക്ട്രിക് ഫീൽഡിനെ ബാക്കി രണ്ട് സെപ്പറേറ്റ് ഇലക്ട്രിക് ഫീൽഡുകളുടെ സമ്മായിട്ട് പരിഗണിക്കുക. വേറെ രീതി പറഞ്ഞാൽ ഈ Q1 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ Q2 ഒരിക്കലും സ്വാധീനിക്കുന്നില്ല. അതായത് Q2 ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും Q1 ഉണ്ടാക്കുന്ന ഫീൽഡ് ഇവിടെ മാറുന്നില്ല. നേരെ അതുപോലെ Q1 ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും Q2 ഉണ്ടാക്കുന്ന ഫീൽഡും മാറുന്നില്ല. നിങ്ങൾക്ക് അവയെ വേറെ വേറെ തന്നെ പരിഗണിക്കാം. ഈ Q ഇത് രണ്ടിൻ്റെയും സാന്നിധ്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ സമ്മായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് പോകുന്നത്. ഇപ്പോൾ Q1 പോസിറ്റീവാണ്, Q2 പോസിറ്റീവാണ്. ടെസ്റ്റ് ചാർജ് ക്യാപിറ്റൽ Q ഇവിടെ വെച്ചേക്കുന്നത് കരുതുക. ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ Q1 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടുന്ന് വെളിയിലേക്കായിരിക്കും, അല്ലെ? ഇവിടെ F1 നടക്കപ്പെടുത്തിയിട്ടുണ്ട്, അതായിരിക്കും അതുണ്ടാക്കുന്ന ഫോഴ്സ്. അതുപോലെ Q2 ഉണ്ടാക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കും? F2 ആയിരിക്കും, അല്ലെ? അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സമ്മായിരിക്കും അവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻ ബൈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൻ്റെ വെക്ടർ സം നമുക്ക് പാരലോഗ്രാം ലോ വെച്ച് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഹാവ് capital F. The total force exerted by the test charge will be given by the vector sum of F1 and F2. ഇവിടെ നമ്മൾ ബോൾഡ് ലെറ്റേഴ്സിലാണ് F1 F2 എഴുതിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദേ ആർ വെക്ടേഴ്സ്. ഇനി അതേ സ്ഥാനത്ത് Q2 ഒരു നെഗറ്റീവ് ചാർജ് ആണെന്ന് എഴുതിക്കോളൂ. എന്ത് വ്യത്യാസം നമുക്ക് പ്രതീക്ഷിക്കാം? Q1 ഉണ്ടാക്കുന്ന ഫീൽഡിന് മാറ്റമില്ല. ഇറ്റ് ഈസ് എവേ ഫ്രം Q1, അല്ലെ? Q1 പോസിറ്റീവ് ചാർജ് ആണ്. നേരെ മറിച്ച് Q2 ആണെങ്കിലോ Q2 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ Q2ന്റെ നേർക്കായിരിക്കും. സോ ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ F2. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ വെക്ടർ സം വിൽ ബി ലൈക്ക് ദിസ്, അല്ലെ? അപ്പോൾ ഇവിടെയും വെക്ടർ സമ്മിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ദ ടോട്ടൽ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദറ്റ് field felt by that test charge will be equal to the vector sum of the individual forces exerted by the different charges എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വച്ചേക്കുക. ബാക്കി ഭാഗങ്ങൾ നമുക്ക് വീഡിയോയുടെ അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യാം. നമസ്കാരം.